കനത്ത മഴയിൽ ചെന്നൈയിലും നഗരപ്രാന്ത പ്രദേശങ്ങളിലും 3000-ഓളം വീടുകളിൽ വെള്ളം കയറി. ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട ഡിറ്റ്വ ചുഴലിക്കാറ്റ് ദുർബലമായി ന്യൂനമർദ്ദമായും പിന്നീട് തീവ്ര ന്യൂനമർദ്ദമായും മാറിയതോടെയാണ് മഴ ശക്തിപ്പെട്ടത്. കുമരൻ നഗറിൽ 15 വീടുകളിലുള്ളവരെ അഗ്നിരക്ഷാസേനയെത്തി രക്ഷിച്ച് ബോട്ടിൽ ദുരന്ത നിവാരണ കേന്ദ്രത്തിലെത്തിച്ചു. വെള്ളം കയറിയ വീടുകളിൽ കഴിയുന്നവർക്ക് ഭക്ഷണം എത്തിച്ചു നൽകിയതായും അഗ്നിരക്ഷാസേനാംഗങ്ങൾ അറിയിച്ചു. കനാലിന്റെ തീരങ്ങളിൽ അനധികൃതമായി കെട്ടിടങ്ങൾ കെട്ടിപ്പൊക്കുന്നത് വീടുകളിലേക്ക് വെള്ളം കയറാൻ ഇടയാക്കിയിട്ടുണ്ട്. താഴ്ന്ന പ്രദേശങ്ങൾ മണ്ണിട്ട് നികത്തി കെട്ടിടങ്ങൾ നിർമ്മിക്കുന്നത് കാരണം അവിടുത്തെ വെള്ളം താഴ്ന്ന പ്രദേശങ്ങളിലെ വീടുകളിൽ കയറാൻ കാരണമായിട്ടുണ്ടെന്നും പ്രദേശവാസികൾ അറിയിച്ചു. ചെന്നൈ, തിരുവള്ളൂർ, കാഞ്ചീപുരം, ചെങ്കൽപ്പട്ട് ജില്ലകളിൽ ശക്തമായ മഴ പെയ്തു. ബുധനാഴ്ച രാവിലെ 4 മണിയോടെയാണ് മഴ ആരംഭിച്ചത്. പലയിടങ്ങളിലും വെള്ളം കയറി. ചെന്നൈയുടെ നഗരപ്രാന്ത പ്രദേശമായ ചെങ്കുണ്ടത്തിന് സമീപമുള്ള കനാലിന്റെ കരയോരം തകർന്ന സമീപമുള്ള പ്രദേശങ്ങളായ പാടിനെല്ലൂർ, ബാലാജി നഗർ, കുമരൻ നഗർ, സൺസിറ്റി നഗർ, വിളങ്ങാട്ടുപാക്കം, ന്യൂ സ്റ്റാർ സിറ്റി, ബാലാജി ഗാർഡൻ, തനികെ നഗർ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിലെ 2000-ഓളം വീടുകളിലാണ് വെള്ളം കയറിയത്. പുറത്തിറങ്ങാൻ കഴിയാത്ത സാഹചര്യമാണ് ഉള്ളതെന്ന് വീടുകളിലുള്ളവർ പറഞ്ഞു. വെള്ളത്തിൽ മാലിന്യവും വിഷപ്പാമ്പുകളുമുണ്ട്. അതേസമയം DMK സർക്കാരിനെതിരെ വിമർശനവുമായി നടൻ വിജയ് രംഗത്തെത്തി. മഴക്കെടുതികൾ നിയന്ത്രിക്കുന്നതിൽ DMK സർക്കാർ വൻ പരാജയമാണെന്ന് തമിഴക വെട്രി കഴകം നേതാവും നടനുമായ വിജയ് ആരോപിച്ചു. DMK ഭരണത്തിലേറി 4.5 വർഷത്തിനിടയിൽ മഴവെള്ള ഓടകളുടെ നിർമ്മാണ ജോലികൾ പൂർത്തിയാക്കാനായിട്ടില്ലെന്നും ഇതിനുള്ള സത്വര നടപടികൾ ഇനിയെങ്കിലും കൈക്കൊള്ളണമെന്നും വിജയ് എക്സിലെ കുറിപ്പിൽ ആവശ്യപ്പെട്ടു. ചെന്നൈ ഉൾപ്പെടെ സംസ്ഥാനത്തിന്റെ പല ഭാഗങ്ങളിലും തുടർച്ചയായി പെയ്യുന്ന മഴ ജനജീവിതത്തെ സാരമായി ബാധിച്ചു. ഡ്രെയിനേജ് സൗകര്യങ്ങൾ കൃത്യമായി പൂർത്തിയാക്കാത്തതാണ് പ്രധാന കാരണം. ജനങ്ങളുടെ പ്രയാസങ്ങളിൽ അല്പമെങ്കിലും ശ്രദ്ധയുണ്ടായിരുന്നുവെങ്കിൽ ഇന്ന് കാണുന്ന അവസ്ഥയുണ്ടാകുമായിരുന്നില്ല. മഴക്കെടുതി ദുരിതമനുഭവിക്കുന്നവർക്ക് ആവശ്യമായ എല്ലാ സഹായവും നൽകണമെന്നും വിജയ് പാർട്ടി പ്രവർത്തകർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മഴ തുടരുന്നതിനാൽ ചെന്നൈ, തിരുവള്ളൂർ ജില്ലകളിലെ സ്കൂളുകൾക്ക് വ്യാഴാഴ്ച അവധിയായിരിക്കുമെന്ന് ജില്ലാ കളക്ടർ അറിയിക്കുകയും ചെയ്തു. നാഷണൽ ഡെസ്ക്, കേരള പ്രണാമം.